ഹലോ, നീ എന്താടാ ബിയർ കുപ്പി കൊണ്ടുപോവാഞ്ഞേ? അയ്യോ ഞാൻ അത് മറന്നുപോയി. അതുപോട്ടെ, നിനക്ക് എന്നെ ഇന്നറെങ്കിലും എടുത്ത് കൊണ്ടുവരുന്നില്ലേ? അത് ഞാൻ എടുത്താണല്ലോ. അത് നീ എടുത്തോണ്ട് പോയത് ആരുടെയാ നോക്ക്. ഞാൻ എടുത്തു വെച്ചാടോ. ജോ, ഞാനിവിടെ പെട്ടുപോയനെ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. ആ അതെ, പപ്പയമ്മേനെ കേക്ക് മുറിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ശരി, ഹാപ്പി ബർത്ത്ഡേ. നിന്റെ പുളി ദേവരൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞപ്പാ. എന്നാ ഞാൻ പറഞ്ഞോടത്ത് പോയി പൈസ മേടിച്ചോണ്ടോ? പോവാ. ഡിസ്കൗണ്ട് കിട്ടിയാപ്പാ. എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചേ. എന്നാ അതെ, ഞങ്ങക്ക് നിങ്ങളുടെ ഇടാവോ? എന്നാ അല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടാവോ എന്നാ കേട്ടോ. ആർക്കും ആരുടെ ഇടാം. നിങ്ങൾ എന്നാ പറയുന്നേ? നീ ഓംലെറ്റ് ഉണ്ടാക്കിയില്ലേ? ഇല്ല, ദോശ സാമ്പാറും ഉള്ളൂ, വേണേ കഴിക്കും. മണി 10 നീ ഇപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. തന്നെ എനിക്ക് 10 പൈസ കമ്മിറ്റ് തന്നിട്ടില്ല. ഇന്നാലും ഗൾഫിന് പോയാലേ 2 ആഴ്ച കഴിഞ്ഞാൽ വരുവുള്ളൂ. എന്റെ പൊന്നപ്പ ഒന്ന് സമാധാനപ്പെട്. 12 മണിക്കല്ലേ അയാൾ പോത്തുള്ളൂ. എടാ, നിനക്ക് അറിയാൻ പാടില്ല, അവനൊരു പ്രത്യേക ടൈപ്പാ. അവനവന്റെ കാര്യം അത് മാത്രമേ നോക്കത്തുള്ളൂ. ഞാൻ ദേ പോവാ. ആ ശരി ജോയലേ, പിന്നൊരു കാര്യം, എന്താ? കുറച്ച് സംസ്കാരമുള്ളവരായിട്ട് കൂടുന്നത് നല്ലതാ. എന്നാ ശരി പോവാ. എടാ കഴിച്ചിട്ട് പോടാ. വേണ്ട എടാ കഴിക്കടാ. വേണ്ട. അവൻ്റെ ഒരു കൂട്ട് ഒറ്റ ഒരുത്തരില്ല കൊള്ളാവുന്ന കൂട്ട്. ആ പറയ്. എടാ മരവാഴ തെണ്ടി, നിന്റെ മൊട്ടയിലെ പരിപാടിയൊക്കെ കളഞ്ഞിട്ട് ക്ലബിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വാങ്ങി. എടാ, നമ്മുടെ ക്ലബിനടുത്തുള്ള കുളത്തിലേ ഓമന ചേച്ചി ഇപ്പോഴും കുളിക്കും. ഇതേതായി സംസ്കാരമുള്ളവൻ? ബുൾസയാണോ? ഡബിൾ സ്മൈൽ വൺസ് മോർ. ഓക്കെ, വാ ഇനി കേക്ക് മുറിക്കാം. മേക്ക് എ വിഷ്. Happy birthday to you. Happy birthday dear Jenny. Happy birthday to you. ഇനി ഒരു സർപ്രൈസ്. കം. ഹംസ ഹംനിദ. ഹംസ കൊറിയൻ താങ്ക്സ് പറഞ്ഞതാ. ഇന്നു മുതൽ നീ ഒരു 2 വീലർ ഓണറാണ്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധ, സ്നേഹം, കരുണ, ഏകാഗ്രത, ദീർഘവീക്ഷണം. എന്റെ പൊന്ന് ചോദിച്ചാ. ആ പിന്നെ നിങ്ങൾ എപ്പോഴും അവളുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു ഗിഫ്റ്റ് തരാം. കൊടുക്കാൻ മറക്കരുതേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങാം. പെട്ടെന്ന് വരും മോളെ. ഓക്കെ ഓക്കെ. മോൾ ഇന്ന് കോളേജിൽ പോകണ്ട. ഇന്ന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ, ഡീൽ. ഡീൽ. എനിക്കൊരു പ്രോജക്റ്റ് തീർക്കാനുണ്ട്. നിങ്ങൾ പോയി വരുമ്പോഴേക്കും ഞാനത് തീർത്തു വെക്കാം. ഓക്കെ ഓക്കെ. ശരി, ഇന്നലെ നീ ഒന്നും കണ്ടില്ലല്ലോ കള്ള. ആരുടെടുത്തെങ്കിലും പറഞ്ഞ കൊന്നു കളയും ഞാൻ. ആദായ വിൽപ്പന തൂക്കിക്കൊടുക്കണേ. ഒരെണ്ണം താഴെ പോയേ, തൂക്കിക്കൊടുക്കണേ. ശരി ഞങ്ങളെ. തീരാൻ പോണേ ഓടി വായോ. എന്നൊക്കെയുണ്ട്? ചാളയുണ്ട്, അയിലുണ്ട്. അയ്യോടോ, നിന്റെ വരവ് കണ്ടപ്പോ ഞാൻ ഓർത്തുള്ളൂ ഇതിനകത്ത് മുഴുവൻ വെറൈറ്റി മീനാന്ന്. വെറൈറ്റി മീനുകളാ ചേച്ചി മേടിക്കാൻ പോണ മീനാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയ്യോടാ, പൈസ ഒന്നും ഞാൻ മീൻ മേടിക്കത്തില്ല. അപ്പൊ എന്നെ കട്ടെടുത്തോണ്ട് ഓടാൻ പോണു. അതല്ല,
എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. ഈ മീനൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് തരുവാണേ. ആ ചാനലിലോട്ട് ഈ മീനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ മീനെയും നിന്നെയും ഞാൻ വൈറലാക്കും. അയ്യോ എന്റെ ഒരു ഭാഗ്യം. മറ്റേ 20 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലല്ലേ, അതിനകത്ത് വീഡിയോ ഇട്ടിട്ടുള്ള കച്ചവടം എനിക്ക് വേണ്ട. ചേച്ചി, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഫിഷർമാൻ എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. 1 മില്യനാ സബ്സ്ക്രൈബേഴ്സ്. വെറുതെ ഞാൻ ചേച്ചിക്ക് ഒരു ഓഫർ അങ്ങോട്ട് തരാം. ചേച്ചി ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 1 കിലോ മീൻ മേടിക്കുമ്പോഴേ ഞാൻ അതെടുത്ത് യൂട്യൂബ് ചാനലിടും. അതിന്റെ ലിങ്ക് ഞാൻ ചേച്ചിക്ക് അയച്ചു തരും. അപ്പൊ എങ്ങനെ പോയാലും ഒരു 10 സബ്സ്ക്രൈബേഴ്സെങ്കിലും കൂടുതൽ കിട്ടും. അങ്ങനെയെങ്കിലും ആ ചാനലൊന്ന് അനങ്ങട്ടെ. ഞാൻ ചേച്ചിയുടെ വാട്സാപ്പിൽ ലിങ്ക് ഇട്ടേക്കാം. മീൻ വേണ്ടേ? വേണം. എന്താ വേണ്ടേ? 1 കിലോ ചാള. ചാളയുടെ പേര് പറഞ്ഞാ തോന്നും പെണ്ണ് കാണാൻ വിളിച്ച് പേര് പറഞ്ഞല്ലേ. മീൻ എടുക്കണം അങ്ങോട്ട്. ആ കോളടിച്ചല്ലോ. ഇത് കുറവാ. പിന്നെ 1 കിലോക്ക് 1.5 കിലോ മീൻ എങ്ങനെ തരാൻ പറ്റും? പറ്റത്തില്ല. എന്നോട് മാത്രമുള്ള വേർതിരിവ്. 2-3 അങ്ങോട്ട് എടുത്തിട്ടേ. ഇതിപ്പോ 200 രൂപയുടെ മീനിടുക. പിന്നെ ഇങ്ങോട്ടിട്ടെ. കോട്ടിടാനോ? ചുമ്മാ അങ്ങ് നിന്ന് തള്ളിയേക്കോ. 1 മില്യൺ നോക്ക. അല്ല, നേരായിട്ട് പറഞ്ഞാ 1 മില്യൺ ഉണ്ട്. എന്നാ കാലെടുത്ത് കറക്കിയിട്ടതാ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജോ. താങ്ക് യു. ഞാനല്ലേ ആദ്യം വിഷ് ചെയ്തേ. അതെല്ലോ. എന്നാ ശരി, നാളെ കാണാം. ബർത്ത്ഡേ പോയി കിടന്ന് ഉറങ്ങിക്കോ. വെക്കല്ലേ വെക്കല്ലേ. ഇയാൾ ഡ്രസ്സ് മാറിട്ടോ, ഞാൻ പുറത്തുണ്ട്. നമുക്കൊരു റൈഡ് പോവാം. ഇവിടെ. ഹായ്. ഹായ് ഹായ് ഹായ്. പെട്ടെന്ന് ഇനിയെങ്കിലും പറ ജോ, നമ്മൾ എങ്ങോട്ടാ പോണേന്ന്. സ്ഥലം പറഞ്ഞാലേ ഇയാൾ വരുത്തോളൂ. ബർത്ത്ഡേ ആയിട്ട് പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതാണേ. മനസ്സിലായോ? പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ അല്ല. പ്ലാൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ ലേറ്റ് ആയാ എന്നെ നിന്റെ വീട്ടിൽ കയറ്റേണ്ടി വരും. അത് ഞാൻ ഏറ്റു. അയ്യടാ, ഒരു മത ആക്സിഡന്റ് ആവും. ശരിക്കും പാട്ടോടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എങ്ങോട്ട് പോവാനാ? നമുക്ക് ഈ സ്റ്റെപ്പ് കളിക്കാം. മുൻപാക്ക് അറിയോ? സാറങ്ങയോ? അതെന്ന് തോന്നുന്നു. ഐ ലവ് യു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തേ? അതൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നിന്റെ വീട്ടിൽ വന്നേ തരൂ. നീ എന്റെ വീട്ടിൽ വന്നു? യെസ്. നടന്ന തന്നെ നടക്കും. ജെനിയ പറയണേ, പറഞ്ഞ വാക്ക് വാക്കാ. ശരിക്കും? വന്നേ, ഇവിടെ എല്ലാരും ഇവിടെ നിൽക്കും. നീ എന്തോ അടി അവിടെ കിടന്ന് ഇളകുന്നേ? അവളവരുടെ വീട്ടിലൊന്നും ചോദിക്കാൻ പറയാൻ ആരുമില്ല. നിനക്കൊന്ന് ബിയർ വെച്ചിട്ട് വേണോന്നോ? ചെവിക്കല്ലടിച്ച് ഞാൻ കിടക്കും കേട്ടോ. അടങ്ങിയിരുന്നോ? അനങ്ങരുത് ഇവിടുന്ന്. പ്രശ്നം? ഏയ് ഞാൻ ഒന്ന് കൊഞ്ചിക്കാൻ പോയെന്ന്.